ഷാജേട്ടൻ അവിടെ നിന്ന് ഷാജേട്ടൻ എങ്ങോട്ടാ? ഫാക്ടറിയിലേക്ക്. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഓടിപ്പിടിച്ച് നെഞ്ചു പിരിച്ച കടയൊന്നും വെടികൊണ്ട് തൊലിഞ്ഞു. അല്ല പിന്നെ അവൻ അവിടെ കിടന്ന് ചാവട്ടെ എന്നാ? എന്നല്ല, അടിപിടിയിലായാലും വടംവലിയിലായാലും ശത്രുവിന്റെ വല്ലതും കുറച്ച് കാണരുത്. നമുക്കും വേണം തോക്ക്. തോക്ക് പോടുന്ന അത് നടക്കുകയല്ല. എന്നാ ഷാജേട്ടാ അത് നടക്കുകയല്ല. ഇനി ഒന്നും ആലോചിക്കണ്ട, എല്ലാം നമ്മ പറഞ്ഞ പോലെ തന്നെ. നാശം പിടിച്ച മോന്ത ഇനി ഒരിക്കലും കാണേണ്ടി വരില്ലെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. നാശം. വേറെ ആരുമല്ലല്ലോ, സ്വന്തം ചേട്ടനല്ലേ. അത് നമ്മുടെ അബുവിന് വേണ്ടിട്ടല്ലേ. ഞെട്ടണ്ട, ഞാൻ തോക്കുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എന്നോടാ പറഞ്ഞേ? കൊറേ ഉണ്ടാക്കുമെന്ന്. നോക്കടാ തോക്ക്, നല്ല പട്ട് സാധനം. ഇനി പറമ്പിൽ ആനയോ പന്നിയോ മറ്റോ കേറിയാലേ ഒറ്റ വെടിക്ക് മലത്തിയേക്കണം. ഓ പൊട്ടുവോന്നായിരിക്കും. നീ വേണ്ട വാഴയുടെ കൂമ്പയിലോട്ട് നോക്കിക്കോ. നിന്റെ കൂമ്പല്ലടാ, വാഴയുടെ കൂമ്പ്. അടേ ഇപ്പൊ വെടി വെച്ച് മരത്തുനിന്ന് കണ്ടോളാം. അപ്പന്റെ കൂമ്പരിട്ടായിരുന്നോ തേണ്ടി? എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവിൻ. ഷാജി, അച്ഛനത് കാര്യാക്കണ്ട, വിഷമം കൊണ്ട. എന്നാലും ഞാൻ അവനോട് 1000 തവണ പറഞ്ഞാടാ, അമ്മച്ചി അന്നേരം ആ ഒടുക്കത്തെ ഉരുളി അവിടെ കൊണ്ട് വെച്ചോണ്ടാ. അയ്യോ അത് പോട്ടെ. നിങ്ങളിപ്പോ എന്നതിനടാ ഇങ്ങോട്ട് വന്നേ? അവന്മാര് പേടിക്കണം. അവന്മാര് വെടി പൊട്ടണം, ഒച്ചകെട്ട് മുള്ളണം, എന്നിട്ട് ഓടണം. ഞാനിവിടെ ഈ ഹൈറേഞ്ചിലുള്ളപ്പോ ഇവിടെ വന്ന് എന്റെ പിള്ളേരെ വെടിവെച്ച് പേടിപ്പിക്കാൻ മാത്രമാണ് അവന്മാര്. ഇത് വല്ലതും പൊട്ടൂടാവേ? പൊട്ടുവന്നോ? അങ്ങനെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അത് തിരയൊക്കെ നിറച്ചിട്ടുണ്ട്. ചൂണ്ടി കാഞ്ചി കളിച്ചാ മതി പറഞ്ഞ. അന്നക്കിട്ട് വെച്ച അമ്മണിക്കിട്ട് പോലും കൊള്ളാത്ത സൈസ് വെടിക്കാരനാണ് അവര്. അതിന് നമ്മൾ എന്തിനെ കൊള്ളിക്കണത്? നമ്മൾ അവരെ ഭയപ്പെടുത്തുന്നല്ലേ ഉള്ളൂ. അതിന് ധാരാളം മതി. ഒരു സാമ്പിൾ വെടി കേൾപ്പിക്കാൻ തോമസച്ചായൻ പറഞ്ഞായിരുന്നു. ഞെട്ടിയില്ലേ? ഉഗ്ര സാധനാട്ടാ ഷാജിട്ടാ. ഇനി നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇന്നത്തോളം അവന്മാരുടെ അവസാനമാ. നിങ്ങൾ വണ്ടി കയറാൻ നോക്കാം. എന്താണ് ജമീല വിളിക്കാത്തത്? അയാൾ പറഞ്ഞ സ്ഥലം ഏതാടാ? പറയില്ല. എനിക്കറിയാം സാറേ, ഞാൻ വരാം. വണ്ടി എടുക്കോ.
മിസ്റ്റർ ഗ്രാമവാസി അബു, 1 മണിക്കൂർ കൂടിയേ ഇനി ബാക്കിയുള്ളൂ. ഇഫ് യുവർ ഫ്രണ്ട്സ് ഡോണ്ട് കം വിത്ത് മൈ സ്റ്റാഫ്, എന്റെ ലക്ഷ്യം നടക്കില്ല. എന്റെ ലക്ഷ്യം നടന്നില്ലെങ്കിൽ പണ്ടത്തെ മുടങ്ങിപ്പോയ ഒരു ആചാരമുണ്ട്, സതി. അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. നിന്നെ കൊന്നു കത്തിക്കും. ആ തീയിൽ ഇവിടെ ഞാൻ ചുട്ടു തിന്നും. എവിടെന്നേലും കൊണ്ടുവന്നു. ഐ ഡോണ്ട് കെയർ. ഇത് നിങ്ങളുടെ നാടല്ലേ? എന്റെ സാധനം പോയി ഈ നാട്ടിൽ നിന്നാ. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ തേടി പിടിച്ചേരണം. ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും. എന്റെ ബോസ് എന്നെ പഞ്ഞിക്കിടും. ഞാൻ അവിടെ കൊടുക്കുന്ന വർത്താനം പറഞ്ഞു വന്നാണ്. ബോസിന്റെ മുമ്പ് നാണം കടാൻ എനിക്ക് പറ്റില്ല. Do you understand? എന്നതാ നിന്റെയൊക്കെ പച്ചക്കൊടുവേലും നീലക്കൊടുവേലും മഞ്ഞക്കൊടുവേലൊക്കെ ഞാനടുത്ത. നീ എന്താ വിചാരിച്ച ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിട്ട് പോകാൻ പറ്റുമെന്നോ? എന്റെ പയ്യനോടാ അങ്ങോട്ട് ചൂണ്ടടാ പട്ടി. ഷാജിയേട്ടാ, പേടിപ്പിക്കാൻ അവൻ മരിക്കും അടയില്ല. ഇല്ലെങ്കിൽ പേടി വെച്ച് പൊളിച്ചു കളഞ്ഞ. നിങ്ങൾ വെടിവെക്കില്ല മിസ്റ്റർ. നിങ്ങൾ തോക്കി പിടിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയില്ലെന്ന്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തോക്ക്, ഇതേത് പൊട്ടൻ നിങ്ങൾക്ക് തന്നതാണെങ്കിലും അത് മിനിമം 1 നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. ഇപ്പൊ കൊണ്ടുവന്നാണല്ലോ. അതെന്താ? അതിന് സ്പാർക്ക് വരാൻ വെടിമരുന്ന് വേണം. ബട്ട് ഫേറ്റ് ഈസ് അഗെയിൻസ്റ്റ് യു. പൗഡർ മഴയത്ത് നനഞ്ഞു കഴിഞ്ഞു. ഒറ്റ തോക്കും ഇനി പൊട്ടി. Now, where's my stuff? ഞാൻ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ, സാറിന്റെ പച്ചക്കൊടുവേലി നീലക്കൊടുവേലി മഞ്ഞക്കൊടുവേലിന്നും ഞാൻ എടുത്തിട്ടില്ലാന്ന്. ഷാജി പാപ്പത്തോട് പറയാലോ സത്യം അല്ലേ? കുടുംബത്തിൽ ആരും പറയത്തില്ലല്ലോ. Kill that ഗ്രാമവാസി. Voy a matar a la mata. ചെറുപടയുടെ മനവിത സകലടിച്ചൊരു മുകിലും പാടി നഗര മുകളിൽ പുറമയായി കുഴലുമായി കൊടുപടി കൊടുക്കുക.
ഗ്രാമവാസീസ്. എന്റെ ഹൈറേഞ്ച് വന്നിട്ട് എന്റെ പിള്ളേരെ പഠിപ്പിച്ചോളാം മാറികളെ. നിന്റെ ഒക്കെ കാര്യം തീർന്നടാ. സ്വന്തം അപ്പനെ വെടിവെച്ച് വളർത്തിയ ആളാ എന്റെ ചേട്ടായി. കൊല്ല് ചേട്ടായി അവനെ. ഭർത്താവ് ഇങ്ങോട്ട് ഇനിയും പഠിച്ചില്ലേ? ഇനിയെങ്കിലും ഒന്ന് കൊള്ളിക്ക ചേട്ടായി. അയ്യോ, ഒന്ന് നോക്കണ്ട. അവന്റെ നെഞ്ചത്തോട്ട് പൊട്ടിക്കടാ. ബാക്കി ഞാൻ നോക്കടാ. ഷമീറ നിന്നെ എടുത്തോളാ. സാറേ ദേ അവനോടി. അവൻ പോട്ടടോ, നമ്മുടെ കൂട്ടിലെ കോഴിയല്ലേ, എപ്പോഴേലും പിടിക്കാലോ. കൊടക്കോഴികൾ ഇവിടെ നിൽക്കല്ലേ. ഈ വെടിയുടെയും പടക്കത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ കക്ഷി മുങ്ങിക്കാണുമാവോ? അവന്മാരെ പിടിക്കണോ? കമോൺ, എല്ലാത്തിനും തൂത്തുവാരി എടുത്തോ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് നടക്കടാ. ബാങ്കോക്ക് പോലീസ് ഇനി ഞാൻ വെടിയുണ്ട തീ. നിങ്ങൾ കേരള പോലീസല്ലേ? വെടി ഇതിനായിരുന്നല്ല കൊണ്ടേ. ജമീല, ഷമീറേ അല്ല സാറേ, എന്താ ഇവിടെ? ആശാൻ കുളിക്കുമായിരുന്നോ? സോപ്പില്ലായിരുന്നു. ഇയാളാരാമയോ?